ഹായ്, ഞാൻ ലീന എം ജി, തൃശ്ശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി അധ്യാപികയാണ്. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് മൈ റേഡിയോ 90 FM അവതരിപ്പിക്കുന്ന ട്രിപ്സ് ആൻഡ് ട്രിക്സ് എന്ന പരിപാടിയിലൂടെ ഇന്ന് ഞാനാണ് നിങ്ങൾക്ക് മുൻപിൽ വരുന്നത്. 2023 SSLC പരീക്ഷ എഴുതുന്ന ഹിന്ദി നമ്മുടെ തേർഡ് ലാംഗ്വേജാണ്. ഹിന്ദി എക്സാമിന് പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വിനീത നമസ്കാരം. ഹിന്ദി സാധാരണയായി 40 മാർക്കിലാണ് ഹിന്ദി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരിക. കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം തരുന്നതാണ്. ഈ സമയത്ത് നമ്മൾ എല്ലാ ചോദ്യങ്ങളും വായിച്ച് മനസ്സിലാക്കണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളോട് അറിയിക്കുകയാണ്. കാരണം ചോദ്യം വായിച്ച് ക്ലിയർ ചെയ്തൊരു കുട്ടിക്ക് നമുക്ക് പിന്നീട് 1.5 മണിക്കൂറാണ് ഈ പരീക്ഷയ്ക്കുള്ള ടൈം. ചോദ്യം ക്ലിയറായി വായിച്ചാൽ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട വിധത്തിൽ എക്സാം എഴുതി നല്ലൊരു വിജയം സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഹിന്ദിയിലെ 40 മാർക്കിൻ്റെ ചോദ്യങ്ങളുടെ ഘടന എന്ന് പറയുന്നത് 11 മാർക്ക് അഥവാ 12 മാർക്ക് വൺ വേർഡ് ക്വസ്റ്റ്യനും, 3 മാർക്കിൻ്റെ 3-4 ചോദ്യവും, 4 മാർക്കിൻ്റെ നമ്മുടെ ഹിന്ദിയിലെ ഹയസ്റ്റ് എന്ന് പറയുന്നത് 4 മാർക്കിൻ്റെ 4 ചോദ്യം മറ്റും വരും. തുടർന്ന് 2 മാർക്ക് എന്നിങ്ങനെ ഒരു 3 ചോദ്യം, ടോട്ടൽ 21 അല്ലെങ്കിൽ 20 ചോദ്യമാണ് ഹിന്ദിയിലുണ്ടാവുക. ഏതൊരു ആവറേജ് കുട്ടിക്കും ഹിന്ദി എക്സാം നല്ല രീതിയിൽ എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. അതിന് അവർ മുൻകരുതലായി എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ടീച്ചർ ഇവിടെ പറയുന്നത്. നമ്മുടെ ഗദ്യ പാഠഭാഗത്തിൽ നിന്നും സാധാരണയായി ബാത്ചീത്, റെപ്പഡ്, ഡയറി, പത്ര, ചരിത്ര പർ ടിപ്പണി, സർവനാം, വാക്യ പിരമിഡ്, പോസ്റ്റർ തുടങ്ങിയ ചോദ്യങ്ങളും, കവിതാ പാഠഭാഗത്തിൽ നിന്നും കവിത കാ ആശയ്, ഭാവ്, സഹി പ്രസ്താവ്, പ്രതീക് മുതലായ ചോദ്യങ്ങളുമാണ് വരിക. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാ ചോദ്യവും മാർജിനിൽ കറക്റ്റ് നമ്പർ ഇട്ട് ആൻസർ എഴുതാൻ ശ്രമിക്കണം. കറക്റ്റായിട്ട് ചോദ്യത്തിൻ്റെ വാല്യൂ പോയിൻറ്റ്സ്, അതായത് പോയിൻറ്റ്സിനാണ് മാർക്ക് നോക്കുക. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരു പട്കഥ നമ്മൾ എല്ലാവരും 1ാമത്തെ പാഠത്തിൽ പഠിച്ചു. 4 മാർക്കാണ് സാധാരണയായി പട്കഥ. പട്കഥ എന്നാൽ തിരക്കഥ. തിരക്കഥ എഴുതുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില പോയിൻറ്റ്സ് ഈ ഫോർമാറ്റിലൂടെ എഴുതിയാൽ മാത്രമേ 4 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ആദ്യമായി തിരക്കഥയിൽ സീൻ നമ്പർ എഴുതണം. അതിനുശേഷം സ്ഥാൻ, ലൊക്കേഷൻ എഴുതണം. പാത്രോം കാ നാമ്, വേഷഭൂഷ, ആയു, ദൃശ്യ കാ വിവരൺ എന്നിവ ആദ്യത്തെ പാരഗ്രാഫിലും, തുടർന്ന് വരുന്ന പാരഗ്രാഫിൽ സംവാദമാണ്, സംഭാഷണവും എഴുതിയിരിക്കണം. ഈ ഒരു ഫോർമാറ്റിലൂടെ എഴുതിയാൽ മാത്രമേ നമുക്ക് ആ 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തതായി ഡയറി. ഡയറി എഴുതുമ്പോൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി ചിന്തിക്കുന്ന തോട്ട്സാണ് ഡയറിയിൽ നമ്മൾ എഴുതേണ്ടത്. ആയതുകൊണ്ട് തന്നെ ഡയറിക്ക് നിർബന്ധമായും ഡേറ്റ് പ്രാധാന്യമുണ്ട്. മാസത്തിൻ്റെ പേര് ഹിന്ദിയിൽ തന്നെ എഴുതണം. അതുപോലെ തന്നെ ഡയറി എഴുതുമ്പോൾ ആത്മനിഷ്ഠമായിരിക്കണം. അല്ലെങ്കിൽ സ്വന്തം ഒരു വ്യക്തി ചിന്തിക്കുന്ന കാര്യമാകുമ്പോൾ നമ്മുടെ ആത്മനിഷ്ഠമായിരിക്കണം ഹിന്ദിയിൽ സ്വനിഷ്ഠ എന്നതിന് പറയുക. ഇതുണ്ടെങ്കിൽ മാത്രമാണ് ആ ഡയറി ഒരു സംക്ഷിപ്തത ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾ ഡയറിക്ക് 4 മാർക്ക് നിഷ്പ്രയാസം മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. അടുത്തതായി പോസ്റ്റർ ചോദ്യം. പോസ്റ്റർ ചോദ്യം ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു ജയിക്കാനായിട്ടുള്ള ഒരു ഘടകമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം പോസ്റ്റർ വളരെ സിമ്പിളായിട്ടുള്ള പോസ്റ്ററാണ് നിങ്ങൾക്ക് ചോദ്യമായിട്ട് വരിക. ഈ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ഒരു പോയിന്റ് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. ആ ഒരു പോയിന്റ് എഴുതിയാൽ 1 മാർക്ക് ലഭിക്കും. വിഷയവുമായി ബന്ധമുള്ള പിക്ചർ ഇൻക്ലൂഡ് ചെയ്യാം പോസ്റ്ററിൽ. പോസ്റ്റർ ആകർഷകമാകണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായാൽ പോസ്റ്ററിന് നിങ്ങൾക്ക് മുഴുവൻ സ്കോറും നേടാൻ പറ്റും. അടുത്ത ചോദ്യം വാക്യ പിരമിഡ്. വാക്യ പിരമിഡ് ഇതുപോലെ തന്നെ വളരെയധികം മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പത്തിലുള്ളൊരു ക്വസ്റ്റ്യനാണ് വാക്യ പിരമിഡ്. വേർഡ് ട്രയാങ്കിൾ. 2 സെൻറ്റൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. ബ്രാക്കറ്റിൽ 2 പദങ്ങളും, 3-4 വാക്യം നമ്മൾ ബ്രാക്കറ്റിലുള്ള പദം വെച്ച് പൂർത്തീകരിച്ച് എഴുതണം. 4 സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ വരച്ചാൽ വാക്യ പിരമിഡ് ഓക്കെയായി. ഈ 4 സെൻറ്റൻസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പത്ര SSLCക്കാർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഷുവറായിട്ട് വരുന്ന ചോദ്യമാണ്.
ലെറ്റർ എഴുതുമ്പോൾ അതിൻ്റെ ഫോർമാറ്റും നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യം ദിനാങ്ക്, സംബോധന, ബോഡി ഓഫ് ദ ലെറ്റർ അല്ലെങ്കിൽ കത്തിൻ്റെ ഉള്ളടക്കം, കൺക്ലൂഷൻ തുടങ്ങിയ കാര്യങ്ങളില്ലേ എന്നാണ് വാല്യൂ ചെയ്യുന്ന ടീച്ചേഴ്സ് നോക്കുക. ആയതുകൊണ്ട് പത്രിൻ്റെ ഫോർമാറ്റിൽ എഴുതുവാൻ താല്പര്യപ്പെടുന്നു. ഇനി വൺ വേർഡ് ക്വസ്റ്റ്യനായിട്ട് ഭാഷാ പ്രയോഗങ്ങൾ നമ്മുടെ ഓരോ പാഠത്തിലും വരുന്നത് സർവനാം, വിശേഷൻ, ലഘു സഹായക ക്രിയ, കാക്കേക്ക് എഡിറ്റിംഗ് തുടങ്ങിയ ചോദ്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്. ആസ്വാദന ടിപ്പണി എഴുതുമ്പോൾ കവികൾക്ക് പ്രാധാന്യമുണ്ട്. കവിതയിൽ നിന്നും ഭാവം എഴുതാൻ വരുമ്പോൾ, ആശയം എഴുതാൻ വരുമ്പോൾ കവി പരിചയം മസ്റ്റാണ്. കവിയെക്കുറിച്ച് ഏത് കവിത എന്നൊക്കെ ഇൻക്ലൂഡ് ചെയ്താൽ ആസ്വാദന ടിപ്പണി 4 മാർക്കും നമുക്ക് സ്കോർ ചെയ്യാം. മറ്റൊന്ന്, കവിതയാകുമ്പോൾ കവിതയിൽ കവി പ്രയോഗിച്ചിരിക്കുന്ന അലങ്കാര പ്രയോഗങ്ങൾ കോട്ട് ചെയ്തെഴുതുന്നത് ഉചിതമാണ്. അപ്പോൾ നമ്മുടെ ആസ്വാദന ടിപ്പണിക്കും 4 മാർക്കും. ഇതൊക്കെ ഒരു കുട്ടിയെ സംബന്ധിച്ച് A+ നേടാനുള്ള ഉപാധികളാണ് ടീച്ചർ പറഞ്ഞത്. എൻ്റെ എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടീച്ചർ പറയുകയാണ്, നമുക്ക് ഹിന്ദിയിൽ ജയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വൺ വേർഡ് ക്വസ്റ്റ്യൻ 10-11 മാർക്കിന് ഓരോ മാർക്കിൻ്റെ ചോദ്യം വരും. അത് ബ്രാക്കറ്റിലുണ്ടായിരിക്കും ഓപ്ഷൻ. അതിൽ നിന്ന് കറക്റ്റ് ചോദ്യത്തിൻ്റെ ആൻസർ ഏതാണെന്ന് കണ്ടെത്തി നിങ്ങൾക്ക് എഴുതാം. ഏതൊരു വിദ്യാർത്ഥിക്കും ഇത് നിഷ്പ്രയാസം ഈ മാർക്ക് നേടാനാകും. അതുപോലെ തന്നെ സഹി പ്രസ്താവ് 5-6 വാക്യം തന്നിട്ട് അതിൽ 3 മാർക്കിനാണെങ്കിൽ 3 ശരിയുണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം, ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതുന്ന കാര്യങ്ങൾ കറക്റ്റായി എഴുതാനായിട്ട് പരിശ്രമിക്കുക. ആ മാർക്കൊന്നും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. എൻ്റെ എല്ലാ കുട്ടികളും 2023 SSLC ഹിന്ദി എക്സാമിന് നല്ലൊരു വിജയം ലഭിക്കട്ടെ എന്ന് ഏവർക്കും ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് വിജയാശംസകൾ നേർന്നുകൊള്ളുന്നു. താങ്ക് യു.